ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആദി. അപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, നമ്മളുടെ ഇപ്പോൾ ഈ ടൂൺ ആപ്പിൻ്റെ കാര്യം പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. ഒരുപാട് പേരിലേക്ക് മനസ്സിലാക്കി, ചിലവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്താ സംഭവം എന്നൊക്കെ. നമുക്കത് മാറ്റി നിർത്താം. അപ്പോൾ അതിൻ്റെ ഒരു ടൂൺ ആപ്പിൻ്റെ ഒരു സ്പ്രെഡായ ഒരു ടൈമിൽ, അല്ലെങ്കിൽ കൂടുതൽ പേരിലേക്ക് എത്തിയൊരു ടൈമിൽ ഞാൻ കണ്ടൊരു കാര്യം, തുടക്കക്കാരായ ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ഇപ്പോൾ അവർ കൂടുതൽ പേരും എന്താ പറയുക, ഒരു 70% മൊബൈലിൽ വരയ്ക്കുന്നവരാണ്. പിന്നെ ഡിജിറ്റൽ ആർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു വൈഡായിട്ടുള്ളൊരു ഏരിയ അല്ലെങ്കിൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു മീഡിയമാണ് ഡിജിറ്റൽ ആർട്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ എന്ന് പറഞ്ഞൊരു മീഡിയം. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള പോസ്റ്റേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ്, സിനിമയുടെ പോസ്റ്റേഴ്സ്, അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും, ഇപ്പോൾ സ്റ്റോറി ബോർഡ് എടുക്കാം, എന്തായിക്കോട്ടെ, ഒട്ടുമിക്ക കാര്യങ്ങളും അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു മീഡിയ ആണ്. ഡിജിറ്റൽ ആർട്ട് എന്നൊരു മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്. ഇല്ലുസ്ട്രേഷൻസ്, അപ്പോൾ ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്റ്റോറി അല്ലെങ്കിൽ കോൺസെപ്റ്റ് ബൈസ് വരയ്ക്കുന്ന ഡിജിറ്റൽ ആർട്ട് ഫോമിനെയാണ് പറയുന്നത് ഇല്ലുസ്ട്രേഷൻ. അതുപോലെ തന്നെ കോൺസെപ്റ്റ് ആർട്ടുകൾ, ഫാൻറ്റസി പോർട്രേറ്റ്സ്, ഫിലിം പോസ്റ്റേഴ്സ്, അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതിലേക്ക്, നമ്മളെ ഡിജിറ്റൽ ആർട്ടിലേക്ക് കുറച്ചും കൂടിയും ആളുകൾ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ താല്പര്യത്തോടെ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇട്ടിരുന്നു. അപ്പോൾ ഡിജിറ്റൽ ആർട്ടിലൊരു മെത്തേഡാണ് വെക്ടർ ട്രേസിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരു മെത്തേഡിന് ഒരു പ്രത്യേകത ഉണ്ട്. ഡിജിറ്റൽ ആർട്ടിലേക്ക് കടന്നു വരുന്ന തുടക്കക്കാരായ, അതായത് ബിഗിനേഴ്സിന് അവരുടെ കൈ ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഈ ഒരു പെൻസിൽ എടുത്തിട്ട് ഞാൻ പേപ്പറിൽ വരയ്ക്കുകയാണ്. ഞാനൊരു ഗ്രാഫിക് ഡ്രോയിങ് ചെയ്യുന്ന ഒരാളാണ്, പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് പേപ്പറിൽ വരയ്ക്കുമ്പോൾ ആ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടും, ടെക്സ്ചറും കാര്യങ്ങളൊക്കെ, കോണ്ടാക്റ്റും ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടും. പക്ഷേ സെയിം ഞാനൊരു സ്റ്റൈലസ് യൂസ് ചെയ്തിട്ട് ഞാൻ സ്ക്രീനിൽ വരയ്ക്കുകയാണെങ്കിൽ, എനിക്ക് ഫ്രീ ഹാൻഡായിട്ട്, ഞാൻ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യുമ്പോൾ അധികം എഫേർട്ട് എടുക്കാറില്ല ഞാൻ. പക്ഷേ ഡിജിറ്റലി ഫ്രീ ഹാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി എഫേർട്ട് വേണ്ടി വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കൈ പെട്ടെന്ന് ഫ്ലെക്സിബിളായിട്ട് കിട്ടില്ല. ഡിജിറ്റൽ സ്ക്രീനിൽ നമുക്ക് ആ ഒരു ഗ്രിപ്പ് അല്ലെങ്കിൽ ആ ഒരു കംഫേർട്ട് കിട്ടാൻ കുറച്ച് സാധ്യത കുറവാണ്. അപ്പോൾ ഡിജിറ്റൽ ആർട്ടിലൊരു മെത്തേഡ് ഉണ്ട്, വെക്ടർ ട്രേസിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ റാസ്റ്റർ ട്രേസിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ വരയ്ക്കുന്ന ഇമേജിനെ ട്രേസ് ചെയ്ത് ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷമാണ് പിന്നീട് നമ്മൾ പെയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വെക്ടർ ആർട്ട് ചെയ്യുക. ഇപ്പോൾ ഡിജിറ്റൽ ആർട്ടിൽ തന്നെ 2 ഫോമുകളുണ്ട്, അല്ലെങ്കിൽ 2 ടൈപ്പ് ഗ്രാഫിക്സുകൾ വരുന്നുണ്ട്, വെക്ടറും അതുപോലെ തന്നെ പിക്സൽ അല്ലെങ്കിൽ റാസ്റ്റർ ആർട്ട് വർക്ക്സ് എന്ന് പറയുന്ന 2 മെത്തേഡ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രാഫിക്സ് വരുന്നുണ്ട്. അപ്പോൾ 2 ടൈപ്പിലാണ് വരയ്ക്കുക. അങ്ങനെ വരച്ചു വരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു 20% വെക്ടർ ട്രേസിങ് അല്ലെങ്കിൽ റാസ്റ്റർ ട്രേസിങ് ഫോളോ ചെയ്തു വരുന്ന തുടക്കക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ഈ ടൂൺ ആപ്പിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ റിയാക്ട് ചെയ്യുന്നത് കണ്ടു തുടക്കക്കാരായ ഒരുപാട് പേര്. പക്ഷെ അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണെന്ന് ഞാൻ പറയില്ല, അവർ അറിവിനെ തേടി പോകാത്തത് കൊണ്ടായിരിക്കാം. കാരണം പലരും നന്നായി വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകളാണ് ഞാൻ നോക്കിയപ്പോൾ. നന്നായിട്ട് വരച്ച് നല്ല ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ അവർക്ക് ആർട്ട് എങ്ങനെ ചെയ്യാം എന്നൊക്കെ അറിയാം, അല്ലെങ്കിൽ ആർട്ട് വളരെ ഭംഗിയാക്കാൻ അറിയാം. പക്ഷെ ആർട്ടിനെ കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ വളരെ കുറവ് മാത്രമേ പലർക്കും അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ പല ആർഗ്യുമെൻസിലും അല്ലെങ്കിൽ പല കമൻസിലും മറ്റു രീതിയിലും വൾഗറായിട്ടൊക്കെ മറ്റുള്ള രീതിയിലൊക്കെ തർക്കിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഒരു ആർട്ടിസ്റ്റാണെന്ന് പറയുമ്പോൾ നന്നായി വരച്ചാൽ മാത്രം പോരെന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. നമ്മൾ വരയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മീഡിയത്തെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള അറിവുകളെങ്കിലും നമുക്ക് വേണം. അപ്പോൾ എന്താണ് ഡിജിറ്റൽ ആർട്ട്, അല്ലെങ്കിൽ എന്തൊക്കെ മീഡിയംസ് ഉണ്ട്, എന്തൊക്കെ ടൈപ്സ് ഗ്രാഫിക്സ് ആണ്, എന്തൊക്കെ ടൈപ്സ് വർക്കുകൾ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും, അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയാനും, അല്ലെങ്കിൽ തുടക്കക്കാരായിട്ടുള്ള ഡിജിറ്റൽ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ വെക്ടർ ട്രേസിങ് ബിഗിനർ മെത്തേഡ്, ഇപ്പോൾ വെക്ടർ ട്രേസിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി മെത്തേഡാട്ടോ. വേണമെങ്കിൽ നമുക്ക് പെയ്ഡ് വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യാം. കാരണം പെയ്ഡ് വർക്ക്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് വെക്ടർ ട്രേസിംഗ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മളുടേതായ കോൺസെപ്റ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫ്രീ ഹാൻഡിലേക്കൊക്കെ കടന്ന് കുറച്ചും കൂടി ബെറ്ററായി വരാം. ഇപ്പോൾ എന്നും നമുക്ക് ഫോണിൽ വെക്ടർ ട്രേസിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പോർട്രേറ്റ്സ് വരച്ചു കൊടുക്കാൻ പറ്റും, പോക്കറ്റ് മണി ഉണ്ടാക്കാം. പക്ഷെ അതിൽ കൂടുതൽ നിങ്ങൾക്ക് മുന്നേറണം, അല്ലെങ്കിൽ ഡിജിറ്റൽ ആർട്ട് എന്നുള്ള ആ ഒരു മീഡിയം അതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകണം എങ്കിലൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക, നല്ലൊരു
നല്ലൊരു ടാബ്ലറ്റോ അല്ലെങ്കിൽ ഐപാഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റം, ഇപ്പോൾ ഗ്രാഫിക് ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങി പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ വര തുടങ്ങുക. ആദ്യം വെക്ടർ ട്രേസിംഗ് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കൈയൊന്ന് ഫ്ലെക്സിബിളായി നിങ്ങൾക്ക് ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെൻറ്റിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളേതായിട്ടുള്ള കോൺസെപ്റ്റുകൾ അവതരിപ്പിക്കാൻ വേണ്ടി ഫ്രീ ഹാൻഡ് ട്രൈ ചെയ്യാം. ഫ്രീ ഹാൻഡ് ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, കുറച്ച് ടൈം എടുക്കും. എല്ലാം കൂടി പെട്ടെന്ന് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്തിട്ട് ഏൺ ചെയ്യുന്നവരുണ്ട് ഫ്രീ ഹാൻഡ് സ്കില്ല്. അതുപോലെ തന്നെ ചിലവരുടെ സ്കില്ല് അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് അനുസരിച്ചാണ്. ചിലർ 1 വർഷം കൊണ്ട് റെഡിയാക്കും, ചിലർ 5-6 വർഷം എടുക്കും. അപ്പോൾ പഠിക്കുക അല്ലെങ്കിൽ അറിവ് നേടുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നന്നായി, ഞാൻ നേരത്തെ പറഞ്ഞു, നന്നായി വരയ്ക്കാൻ അറിയുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അവർക്ക് ടെക്നിക്കലായിട്ടുള്ള അറിവുകൾ കുറവാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ എന്ന മീഡിയത്തിൽ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള നോളജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആർട്ടിനൊപ്പം നോളജും അല്ലെങ്കിൽ ആ അറിവുകളും വളർത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടി, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മൊത്തം ഞാൻ പറഞ്ഞത് അതിനൊക്കെ വേണ്ടി ഡിജിറ്റൽ തുടക്കക്കാരായിട്ടുള്ള ഫോണിൽ വരയ്ക്കുന്ന വെക്ടർ ട്രേസിങ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾക്കിടയിൽ. അവർക്ക് വേണ്ടി എന്താണ് ഡിജിറ്റൽ ആർട്ട്, എന്താണ് പിക്സൽ, എന്താണ് വെക്ടർ, അതുപോലെ തന്നെ എന്തൊക്കെ ഫയൽ ഫോർമാറ്റുകളുണ്ട്, ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ നന്നായിട്ട് വരയ്ക്കാം എന്നുള്ള രീതിയിലൊക്കെ ഒരു ചെറിയൊരു ക്ലാസ്, ഒരു 2 ദിവസത്തെ ക്ലാസ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്, ഫീസും കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഞാൻ അറിയുന്ന കാര്യങ്ങൾ, ഞാൻ പഠിച്ചു വെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുക എന്നുള്ളത്. കാരണം നമുക്ക് ചുറ്റുമുള്ള ആളുകളും കൂടി വളർന്നാലേ നമ്മളുടെ ജീവിതത്തിലും ഒരു വളർച്ച ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ 2 ദിവസത്തെ ഒരു ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ നമ്പർ കമൻറ്റ് ചെയ്യാം. വേണ്ട, നമ്പർ കമൻറ്റ് ചെയ്യേണ്ട കമൻറ്റ് ബോക്സിൽ, എനിക്ക് ജസ്റ്റ് ഇൻബോക്സ് ചെയ്താൽ മതി. അതായിരിക്കും ബെറ്റർ. കാരണം ചിലപ്പോൾ ഗേൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പ്രൈവസി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇൻബോക്സിൽ എനിക്ക് നമ്പർ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സൂം മീറ്റോ അല്ലെങ്കിൽ ഗൂഗിളിലോ, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ബെറ്റർ യൂട്യൂബ് വീഡിയോ ചെയ്തിടുന്നതായിരിക്കും. കാരണം എല്ലാവർക്കും ടൈം ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എങ്കിലും ആവശ്യമുള്ളവരൊന്ന് ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് ചെയ്തിടാം, ഞാൻ മെസ്സേജ് നോക്കിക്കോളാം. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്പോൾ പറയാം. അപ്പോൾ താങ്ക് യു. ഞാൻ ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്തത്. താങ്ക് യു സോ മച്ച്.